Hi, നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് ഓഫ് സൊല്യൂഷൻ റോങ് സ്കെയിൽ. ഓക്കെ, ഈ ഒരു സംഭവമാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പം പറയുന്നതാണ്, സ്റ്റാർട്ട് ചെയ്യാണ്, എ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് കോൾഡ് എ സിംഗുലാർ സൊല്യൂഷൻ if it is not obtainable from a general solution by assigning specific values to its arbitrary constants. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ്റെ ഫോം എന്താണ്? അപ്പം y1 y2 എന്നുള്ള രണ്ട് ബേസിസ് ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ y ഈക്വൽ ടു c1 y1 പ്ലസ് c2 y2 എന്നറിയാം. ഈ c1നും c2നും ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓരോരോ സൊല്യൂഷൻസുകൾ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ കോൺസ്റ്റൻസിന് വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്താലും കിട്ടാത്ത ചില സൊല്യൂഷൻസ് ഉണ്ട്. ഒരിക്കലും ജനറൽ സൊല്യൂഷനിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ജനറൽ സൊല്യൂഷൻ്റെ അകത്ത് കോൺസ്റ്റന്റിന് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് കണ്ടുപിടിക്കുന്ന സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണിത് പർട്ടിക്കുലർ സൊല്യൂഷൻ. ശരിയല്ലേ? അപ്പം ഈ കാറ്റഗറിയിൽ പെടാത്ത സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, ജനറൽ സൊല്യൂഷനിൽ ഒരിക്കലും റെപ്രസെന്റ് ചെയ്യാൻ കഴിയാത്ത ടൈപ്പ് സൊല്യൂഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് സിംഗുലാർ സൊല്യൂഷൻ. എനിക്ക് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ എവിടെയോ ഒരു ഭാഗത്ത് ഈ സിംഗുലാർ സൊല്യൂഷൻ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് സിംഗുലാർ സൊല്യൂഷൻ. ഓക്കെ, അതാണ്. അപ്പോൾ ഈ ഡെഫിനേഷൻ ഓർത്തോണം. ഇത് ചിലപ്പോൾ പരീക്ഷ വേണം ചോദിക്കാൻ, എന്താണ് സിംഗുലാർ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. വി ബിഗിൻ ദിസ് സെക്ഷൻ വിത്ത് എ തിയറം വിത്തൗട്ട് പ്രൂഫ് വിച്ച് ഗ്യാരണ്ടീസ് ദ എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് ഓഫ് സർട്ടൻ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. And then we use it to prove that at a homogeneous equation with a continuous coefficient has no singular solution. അതായത് പറഞ്ഞു ഇത്രേ ഉള്ളൂ. നമ്മൾ നെക്സ്റ്റ് ഒരു തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ആ തിയറത്തിന്റെ പേരാണ് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് തിയറം ഫോർ ഹോമോജീനിയസ് ഇക്വേഷൻ. അതിന് പ്രൂഫ് ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാനില്ല. ഈ തിയറം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഒരു തിയറം പ്രൂവ് ചെയ്യും. അതാണ് പറയുന്നത്. ആൻഡ് ദെൻ വി യൂസ് ഇറ്റ് ടു പ്രൂവ് ദാറ്റ് a homogeneous equation with a continuous coefficient has no singular solution. അതായത് ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ ആണെന്ന് ഇരിക്കട്ടെ, നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന p of x ഉം q of x ഉം കണ്ടിന്യൂസ് ആണെന്ന് ഇരിക്കട്ടെ, അങ്ങനെയുള്ള ഇക്വേഷൻസിന് സിംഗുലാർ സൊല്യൂഷൻ ഇല്ല എന്നാണ് പറയുന്നത്. അതായത് അതിന് ജനറൽ സൊല്യൂഷനേ ഉള്ളൂ. ആ ജനറൽ സൊല്യൂഷനിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന സൊല്യൂഷൻസ് മാത്രമേ മറ്റ് സൊല്യൂഷനുകളുള്ളത് പർട്ടിക്കുലർ സൊല്യൂഷനിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത തരം സൊല്യൂഷൻ ഒന്നും തന്നെ അവിടെ വരില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തിയറത്തിലേക്ക് പോകാം. എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്നെസ് തിയറം ഫോർ ഹോമോജീനിയസ് ഇക്വേഷൻ. ഇത് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഒരു ചോദ്യം ചോദിക്കാം. സ്റ്റേറ്റ് എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്നെസ് തിയറം ഫോർ ഹോമോജീനിയസ് ഇക്വേഷൻ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ്, ഇഫ് പി എക്സ് ആൻഡ് ക്യൂ എക്സ് ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ സം ഓപ്പൺ ഇന്റർവൽ ഐ. പി എക്സും ക്യൂ എക്സും രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. അത് ഒരു ഓപ്പൺ ഇന്റർവൽ ഐയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഇങ്ങനെ. എങ്കിൽ ഈ കിടക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇത് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. ഇത് y ഡബിൾ ഡാഷ് പ്ലസ് പി എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ എക്സ് ഈക്വൽ ടു 0, വേർ y ഓഫ് 0 ഈക്വൽ ടു y0, y ഡാഷ് 0 ഈക്വൽ ടു y ഡാഷ് 0 എന്ന് പറയുന്ന ഈ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഓക്കെ ഹാസ് എ യുണീക് സൊല്യൂഷൻ ആണ് പറയുന്നത്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ യുണീക്ക് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്നെസ് പേരിൽ തന്നെ ഉണ്ട്. അതായത് എക്സിസ്റ്റ് ചെയ്യും, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ആ എക്സിസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻ എന്തായിരിക്കും ചെയ്യും? യുണീക്കും ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പറയുന്നത്, പി എക്സും ക്യൂ എക്സും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് സം ഓപ്പറേറ്റർ ആണെങ്കിൽ ഈ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് നിങ്ങൾ വിചാരിക്കില്ല ഇവിടെ c1 y1 പ്ലസ് c2 y2 ഫോമിലെ സൊല്യൂഷൻ വരത്തില്ലേ, അപ്പം യുണീക്ക് അല്ലല്ലോ എന്ന് വിചാരിക്കില്ലേ? അങ്ങനെ വരില്ല. കാരണം ആ കോൺസ്റ്റന്റ് എലിമിനേറ്റ് ചെയ്യപ്പെടും. ബിക്കോസ് ഇവിടെ എന്തുണ്ട്? ഇനിഷ്യൽ വാല്യൂ കണ്ടീഷൻ ഉണ്ട്. സോ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഇതിന് യുണീക് സൊല്യൂഷനെ ഉണ്ടായിരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്നെസ് തിയറം. ഇനി നെക്സ്റ്റ് തിയറം, ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് തിയറമാണ്. ഇതിന്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ്, സപ്പോസ് ദാറ്റ് ദ കോഎഫിഷ്യന്റ് പി എക്സ് ആൻഡ് ക്യൂ എക്സ് ഓഫ് ദ ഹോമോജീനിയസ് ഇക്വേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു y ഡബിൾ ഡാഷ് പ്ലസ് പി എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ എക്സ് വൈ ഈക്വൽ ടു 0 ആർ കണ്ടിന്യൂസ് ഓൺ സം ഓപ്പൺ ഇന്റർവൽ ഐ. then two solutions. Second order differential equation basis ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് രണ്ട് സൊല്യൂഷൻ y1 and y2 ആണല്ലോ. ഓക്കെ, the two solution y1 and y2 of the equation on I are linearly dependent if and only if
their Wronskian, നിങ്ങൾ ആദ്യം കേൾക്കുന്നിട്ടായിരിക്കും their Wronskian of ഇപ്പോൾ y1 y2 എന്ന് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻസിന്റെ Wronskian നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് y1 y2 dash minus y1 dash y2. അപ്പം ഈ y1 ഉം y2 ലീനിയർലി ഡിപെൻഡന്റ് ആണെങ്കിൽ ഈ Wronskian എന്ന് പറയുന്നത് 0 ആയി പോകും അറ്റ് സം x0 in i. ആലോചിച്ച് y1 ഉം y2 ഫംഗ്ഷൻ ആണ്. അപ്പം ഈ y1 ഡാഷും y2 ഡാഷും എന്തായിരിക്കും, അത് വേറെ ഫംഗ്ഷൻ ആയിരിക്കും. സോ ഈ y1 y2 ഡാഷ് മൈനസ് y1 ഡാഷ് y2 കമ്പ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഒരു ഫംഗ്ഷൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഈ y1 ഉം y2 ലീനിയർലി ഡിപെൻഡന്റ് ആണെങ്കിൽ ഈ ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തായി പോകും, 0 ആയി പോകും എന്നാണ് പറയുന്നത്. അടുത്ത കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ Wronskian 0 ആയി പോകുന്നുണ്ടെങ്കിൽ അത് ഐഡന്റിക്കലി 0 ആയിരിക്കും പറഞ്ഞു മനസ്സിലായി. അതായത് ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രമായിട്ട് 0 വരത്തില്ല, വരുവാണെങ്കിൽ ആ Wronskian മൊത്തത്തിൽ എന്തായി പോകും, 0 ആയി പോകും എന്നാണ് പറയുന്നത്. ഇനി അപ്പൊ അതിന്റെ കോൺവേഴ്സ് പാർട്ട് എന്തായിരിക്കും, if there exists ഒരു x1 at which Wronskian is non-zero, അപ്പൊ ഏതെങ്കിലും ഒരു x1ൽ Wronskian non-zero ആണെങ്കിൽ Wronskian ഒരിക്കലും എന്താവത്തില്ല, 0 ആകത്തില്ല, ഒരിക്കലും 0 ആകത്തില്ല. കാരണം എവിടെയെങ്കിലും ഒരിടത്ത് 0 ആണെങ്കിൽ ഐഡന്റിക്കലി 0 ആയി പോകുന്നു പറഞ്ഞല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിൽ 0 അല്ലെങ്കിലോ അത് എങ്ങും എന്താവത്തില്ല, 0 ആകില്ല. എങ്ങും 0 ആകത്തില്ലെങ്കിൽ y1 ഉം y2 എന്തായിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. നമ്മൾ മുകളിൽ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു പോയിന്റിൽ 0 ആണെന്നുണ്ടെങ്കിൽ ഡിപെൻഡന്റ് ആണ്. അപ്പം 0 ആകുന്നില്ലെങ്കിൽ അതെന്തായിരിക്കും, ഇൻഡിപെൻഡന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ Wronskian എന്ന് പറഞ്ഞാൽ ഈ സാധനം എന്താണെന്ന് ഓർമ്മ പരീക്ഷിക്കുകയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ വന്നിട്ട് ഇപ്പോൾ y1 y2 ഉള്ള രണ്ട് ഫംഗ്ഷൻ വന്നിട്ട് അതിന്റെ Wronskian കണ്ടുപിടിക്കാൻ ചോദ്യം വരാം. ഒരു 1 മാർക്കിനോ 2 മാർക്കിനോ വേണമെങ്കിൽ ചോദിക്കാം. അപ്പം രണ്ട് ഫംഗ്ഷൻ വന്നിട്ടുണ്ട്, ഇപ്പോൾ sin x ഉം cos x ഉം. അപ്പോൾ അതിന്റെ Wronskian കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നിങ്ങൾ y1 ആയിട്ട് sin x ഉം y2 ആയിട്ട് cos x എടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ബാക്കി കിട്ടുന്ന ഫംഗ്ഷൻ ആ സംഭവമാണ് Wronskian എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രൂഫിലേക്ക് പോകും. പ്രൂഫ് ഇതാണ്. സപ്പോസ് y1 y2 എന്ന് പറയുന്നത് ഇതിന്റെ രണ്ട് സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, y1 y2 എന്ന് പറയുന്നത് രണ്ട് സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക. ഓഫ് ദി ഇക്വേഷൻ y dash px y dash plus qx y equal to 0. അത് ലീനിയർലി ഡിപെൻഡന്റ് ആണെന്ന് വിചാരിക്കുക. ഈ സൊല്യൂഷൻസ് എന്താണ്, ലീനിയർലി ഡിപെൻഡന്റ് ആണെന്ന് നമ്മൾ വിചാരിച്ചു. എങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് പോകേണ്ടത് എന്താണ്, Wronskian 0 ആണെന്നായിരിക്കും അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ ഞാൻ എടുത്തു y1 ഉം y2 ലീനിയർലി ഡിപെൻഡന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. അപ്പോൾ ലീനിയർലി ഡിപെൻഡന്റ് വെച്ചാൽ എന്തായിരിക്കും, ഒന്നുകിൽ y1 ഈക്വൽ ടു k y1 ആയിരിക്കും, അല്ലെങ്കിൽ y2 ഈക്വൽ ടു k y1 ആയിരിക്കും. അതായത് ലീനിയർലി ഡിപെൻഡന്റ് മീനിങ് എന്ന് വെച്ചാൽ ലീനിയർ ഡിപെൻഡന്റ് മീൻസ് ഒരാൾ മറ്റൊരാളുടെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒന്ന് എടുക്കുക. ഒന്നെങ്കിൽ y1 ഈക്വൽ k y2 ആകാം, അല്ലെങ്കിൽ y2 ഈക്വൽ k y1. ഞാൻ എടുക്കുന്നു y2 ഈക്വൽ k y1 ആണെന്നിരിക്കട്ടെ. ഇതെടുത്താലും കുഴപ്പമൊന്നുമില്ല, അപ്പോൾ പ്രൂഫ് അതനുസരിച്ച് മോഡിഫൈ ചെയ്താൽ മതി. ഞാൻ y2 ഈക്വൽ ടു k y1 എടുത്തു. അതാണ് പറയുന്നത് അതർ കേസ് ഈസ് സിമിലർ. ഈ y2 ഈക്വൽ ടു k y1 ആയതുകൊണ്ട് ഞാൻ ഈ Wronskian ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. Wronskian ഓഫ് y1 y2. Wronskian ഡെഫിനിഷൻ എന്താ, y1 y2 ഡാഷ് മൈനസ് y2 y1 ഡാഷ്. നമ്മൾ y1 എഴുതി, y1 അവിടെ തന്നെ ഇരിക്കുന്നു. y2 ഡാഷ് എന്ത് വരും, y2 ഡാഷ് വന്നു കഴിഞ്ഞാൽ k y1 ഡാഷ് വരും, k y1 ഡാഷ്. ഇതേതാണ് കിടക്കുന്നത്, k y1 ഡാഷ് ഇൻറ്റു y1. ഇനി y2 നമ്മൾ എന്ത് കൊടുക്കുന്നു, k y1, ഓൾറെഡി y1 ഡാഷ് ഉണ്ട്. സോ സബ്ട്രാക്ട് എന്തായി പോകും, 0 ആയി പോകും. നോക്കിയേ, ലീനിയർലി ഡിപെൻഡന്റ് ആണെങ്കിൽ Wronskian എന്തായി പോകും, ഐഡന്റിക്കലി 0 ആയി പോകും. ഓക്കെ, അപ്പൊ നമ്മുടെ സൊല്യൂഷൻ അവർ പറയുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്. y1 y2 എന്നുള്ളത് ഏതെങ്കിലും ഒരു ലീനിയർ ഏതെങ്കിലും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. അത് ഡിപെൻഡന്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാലും മതി. അപ്പം Wronskian കണ്ടുപിടിച്ച് നോക്കിയാലും മതി. Wronskian കണ്ടുപിടിക്കുമ്പോൾ 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് ലീനിയർ ഡിപെൻഡന്റ് ആണ്. ഇനി നമ്മൾ ഒരു കാര്യം പറഞ്ഞേ, ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രമായിട്ട് 0 വരത്തില്ല. വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ 0 ആയി പോവാണെങ്കിൽ അത് ഐഡന്റിക്കലി 0 ആയി പോകുമെന്ന് പറഞ്ഞല്ലോ. അതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. Conversely, suppose Wronskian is 0 at some x0 in i. ഏതെങ്കിലും ഒരു പോയിന്റിൽ 0 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്നു, നമ്മളൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ k1ലും k2ലുള്ള k1 k2 എന്ന രണ്ട് വേരിയബിളുകളുള്ള ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമ്മൾ എടുക്കാൻ പോകണം. y1 x0 k1 plus y2 x0 k2 equal to 0. അടുത്ത ഇക്വേഷൻ y1 dash x0 k1 plus y2 dash x0 k2 equal to 0. ഒരു കാര്യം കളിക്കുക, ഈ y1 x0 y2 x0 അതേപോലെ y1 dash x0 y2 dash x0 ഇതൊക്കെ കോൺസ്റ്റന്റ്. കാരണം എന്താ, y1 is a function. അപ്പം at x0 കണ്ടുപിടിച്ചാൽ എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആവും. Similarly y2 is a function. So when you evaluate y2 at x0 it becomes a constant. അതേപോലെ y1 dash ഒരു ഫംഗ്ഷൻ ആണ്, പക്ഷേ
ആ എക്സ് നോട്ടിൽ വാല്യൂ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആകുന്നു, y2 ഡാഷ് അതേപോലെ തന്നെ എക്സ് നോട്ടിൽ വാല്യൂ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ്. സോ ക്ലിയർലി ഇതിൽ k1 k2 എന്നുള്ള രണ്ട് വേരിയബിളിൽ വരുന്ന ഒരു ഇക്വേഷൻ ആണ്, സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്. ഓക്കെ, ഇതൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് ആരാ? y1 x0 y2 x0. അതേപോലെ ഇതാരാ? y1 ഡാഷ് x0 y2 ഡാഷ് x0. ഇതിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ, ഓക്കെ, ഈ കോഎഫിഷ്യന്റിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ അതാണല്ലോ ആക്ച്വലി ആര്? നമ്മുടെ റോൺസ്കി എന്ന് പറയുന്നത്. നോക്കി, ഇത് ആക്ച്വലി നിങ്ങൾ ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ത് വരും? y1 ഇങ്ങനെ ഗുണിക്കില്ല നമ്മൾ, y1 x0 ഇൻറ്റു y2 ഡാഷ് x0 മൈനസ് y2 x0 ഇൻറ്റു y1 ഡാഷ് x0. ഇതല്ലേ ആക്ച്വലി റോൺസ്കി എന്ന് പറഞ്ഞ ഡെഫിനിഷൻ. നിങ്ങൾ നോക്കിയേ, നമ്മൾ റോൺസ്കിയുടെ ഡെഫിനിഷൻ പറയാൻ നോക്കുക. ഇതല്ലേ y1, അതിന് വേണ്ടി നമുക്ക് ഇങ്ങനെ എഴുതിക്കോളെ, y1 y2 y1 ഡാഷ് y2 ഡാഷ് കണ്ടുപിടിച്ച് y1 y2 ഡാഷ് മൈനസ് y1 ഡാഷ് y2. അപ്പൊ ആക്ച്വലി റോൺസ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിറ്റർമിനന്റ് ആണ്. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി, ഓർത്തിരിക്കാൻ എളുപ്പം എഴുതാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതെങ്കിൽ അപ്പൊ നമ്മൾ എന്തായി തരും? റോൺസ്കി ഓഫ് y1 y2 അറ്റ് x0 ആണ്. ഇത് നമ്മൾ എത്രയാണെന്നാണ് അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്? 0 ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഇവിടെ അസ്യൂം ചെയ്തിട്ടുണ്ട് റോൺസ്കി 0 അറ്റ് സം x0. സോ ഇത് നമ്മുടെ 0 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തിയറി ഓഫ് ഇക്വേഷനോട് ബന്ധപ്പെട്ട കാര്യം. ഈ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഉണ്ടല്ലോ, അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണെങ്കിൽ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന് നോൺ സീറോ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അതായത് പറഞ്ഞു വെച്ചാൽ ഇതൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്. ഇതിന് ഒരു സൊല്യൂഷൻ എനിക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ പറയാം, 0 സൊല്യൂഷൻ. അതായത് k1 0യും k2 0യും കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു സൊല്യൂഷൻ ആണ്. സംശയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, k1 പ്ലേസും 0യും k2 പ്ലേസും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഇവിടെയും k1 പ്ലേസും k2 പ്ലേസും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യും. സോ ക്ലിയർലി ഇറ്റ് ഈസ് എ സൊല്യൂഷൻ. പക്ഷേ ഈ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആയ സ്ഥിതിക്ക് ഈ 0 സൊല്യൂഷൻ മാത്രമല്ല ഉള്ളത്, ഇതിന് നോൺ സീറോ സൊല്യൂഷനും എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും. അതാണ് പറയുന്നത് the system equation has a non-trivial means non-zero solution, and so there exists k1 k2 not both of them 0 simultaneously, so that നമുക്ക് എന്ത് എഴുതാം? ഇങ്ങനെ എഴുതാം, k1 ഉം k2 ഒരേ സമയം 0 ആകാതെ തന്നെ നമുക്ക് എന്ത് കിട്ടാം? ഈ y1 x0 k1 plus y2 x0 k2 equal to 0, അതേപോലെ y1 dash x0 k1 plus y2 dash x0 k2 equal to 0 വരാമെന്നാണ് പറയുന്നത്. ഓക്കെ, കൺസിഡർ the function y equal to k1 y1 plus k2 y2. ഓക്കെ, ഈ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. y1 y2 നമ്മൾ പറഞ്ഞതാണ്. ഇനി y എന്ന് പറയുന്നത് ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. നമ്മൾ ലീനിയാരിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ഇതും സൊല്യൂഷനോ? കാരണം നമ്മൾ y1 y2 സൊല്യൂഷൻ ആണെങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്തായിരിക്കും? ഉറപ്പായിട്ടും സൊല്യൂഷൻ ആയിരിക്കും നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ, അല്ലേ? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന് y1 y2 സൊല്യൂഷൻ ആണ് നമ്മൾ എടുത്തു എങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ആര്? ഈ k1 y1 plus k2 y2 എന്തായിരിക്കും? സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ഈ 2.24 ഇക്വേഷൻ നോക്കുക. ഇത് as from 2.24 it follows that this solution satisfies, this solution means this solution satisfies the initial condition y of x0 equal to 0 and y dash x0 equal to 0. നിങ്ങൾ നോക്കിയേ, ഇതല്ലേ y. ഇതിന്റെ y of x0 എന്ന് വെച്ചാൽ എന്തായിരിക്കും വരാൻ പോകുന്നത്? ഇതിന്റെ y of x0 എന്ന് വെച്ചാൽ എന്താ വരാൻ പോകുന്നത്? k1 y1 x0 plus k2 y2 x0. അതല്ലേ ഈ കിടക്കുന്നത്? അതെത്രയാണ്? 0 ആണ്. അതേപോലെ ഇതിന്റെ y dash കണ്ടുപിടിച്ചാൽ എന്ത് വരും? k1 into y1 dash x0 plus k2 into y2 dash x0. അതാണ് ഇത്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത് this solution satisfies the initial condition y of x0 equal to 0 and y dash x0 equal to 0. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? thus y equal to k1 y1 plus k2 y2 is a solution of the initial value problem. ഏതാ? നമ്മുടെ 2.23 പറഞ്ഞ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആൻഡ് ദ കണ്ടീഷൻസ് y of x0 equal to y dash x0 equal to 0. ശരിയല്ലേ? നമ്മൾ ഈ y equal to k1 y1 plus k2 y2 എന്ന് പറയുന്നത് നമ്മുടെ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണ്. ഏത് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം? ഈ ഇക്വേഷനും ഇതും ടുഗദർ വിത്ത് കണ്ടീഷൻ ഏത്? y of x0 equal to 0, അതേപോലെ
വൈ ഡാഷ് എക്സ് സീറോ ഈക്വൽ ടു 0. ഈ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് എന്തായി തീരും? നമ്മുടെ y ഈക്വൽ ടു k1 y1 പ്ലസ് k2 y2 എന്നുള്ളത് എന്തായി തീരും? ഒരു സൊല്യൂഷൻ ആയി തീരും. ശരിയല്ലേ? പക്ഷേ ഉറപ്പായിട്ടും ഈ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് y സ്റ്റാർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന സൊല്യൂഷൻ ആയിരിക്കുമല്ലോ. നമ്മുടെ സീറോ ഫംഗ്ഷൻ നോക്കുക, ഞാൻ y ഈക്വൽ ടു 0 ഫംഗ്ഷൻ എടുക്കുന്നു. സീറോ ഫംഗ്ഷൻ്റെയും നോക്കിയേ, ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 0 ഡെറിവേറ്റീവ് 0 അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 0യുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 തന്നെ. ഇത് സാറ്റിസ്ഫൈ ചെയ്യും. സീറോ ഫംഗ്ഷൻ്റെ ഇനിഷ്യൽ കണ്ടീഷൻ അറ്റ് x0 കണ്ടുപിടിച്ചാലും 0 കിട്ടും, സീറോ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എടുത്തിട്ട് x0 കണ്ടുപിടിച്ചാലും 0 കിട്ടും. സോ ക്ലിയർലി ഇറ്റ് ഹാസ് വൺ അനദർ സൊല്യൂഷൻ. ഏത്? നമ്മുടെ സീറോ ഫംഗ്ഷൻ എന്ന് പറയുന്നതും ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കിട്ടും. ശരിയല്ലേ? അതാണ് പറഞ്ഞത് y സ്റ്റാർ ഈക്വൽ ഐഡന്റിക്കൽ ഈക്വൽ ടു 0 എന്ന് പറയുന്നതും ഇതേ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് എന്താണ്? സൊല്യൂഷൻ ആണ്. പക്ഷേ നമ്മുടെ ഫസ്റ്റ് തിയറം സ്റ്റേറ്റ്മെന്റ് മാത്രം ഞാൻ പറഞ്ഞായിരുന്നു. ആ തിയറത്തിൽ പറയുന്നതാണ്, നമ്മുടെ കോഎഫിഷ്യന്റ് ആയ പി എക്സും ക്യൂ എക്സും കണ്ടിന്യൂസ് ആണെങ്കിൽ ദ സൊല്യൂഷൻ മസ്റ്റ് ബി എന്ത്? യുണീക്ക്. ഓക്കെ, അതായത് y എന്നുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു, ഇപ്പം നമ്മൾ y സ്റ്റാർ എന്നുള്ള രണ്ടാമതൊരു സൊല്യൂഷൻ പറഞ്ഞു, എങ്കിൽ y ഈക്വൽ ടു എന്തായി പോകും? y സ്റ്റാർ ആയി പോകും. ആക്ച്വലി y എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ k1 y1 പ്ലസ് k2 y2 ആണ്. y സ്റ്റാർ എന്ന് വെച്ചാൽ ആരാണ്? 0 ആണ്. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? k1 y1 പ്ലസ് k2 y2 ഈക്വൽ ടു 0. ഓക്കെ, ഇപ്പം എന്താ സംഭവിച്ചത്? k1 k2 എന്തല്ല? ഐഡന്റിക്കലി 0 അല്ല. നമ്മൾ ആദ്യം പറഞ്ഞു നിർത്തിയായിരുന്നു. k1 ആൻഡ് k2 ആർ the above system has there exist k1 k2 not both of them 0 simultaneously എന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ എന്ത് കിട്ടി? k1 y1 plus k2 y2 equal to 0 എന്ന് കിട്ടി, which means y1 and y2 are linearly dependent. ഓക്കെ, ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെങ്കിൽ നമ്മൾ അതിന്റെ പ്രൂഫിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? y1 y2 ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെങ്കിൽ റോങ്സ്കിയൻ എന്തായി പോകും? ഐഡന്റിക്കലി ഈക്വൽ ടു 0 ആണെന്ന് കിട്ടി. സോ നമ്മളിപ്പോൾ എന്താണ് ഇവിടെ പ്രൂവ് ചെയ്ത് നിർത്തിയത്? ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, സപ്പോസ് റോങ്സ്കിയൻ 0 ആയിട്ട് സം x0 ആണെങ്കിൽ റോങ്സ്കിയൻ ഇസ് ഐഡന്റിക്കലി ഈക്വൽ ടു 0 ആയി പോകുമെന്നാണ് നമ്മളിപ്പം പ്രൂവ് ചെയ്തത്. അപ്പോൾ ഈ ഇതിന്റെ കോൺവേഴ്സ് അതാണ് പറയുന്നത്. Now from the first paragraph it follows that if y1 y2 are linearly dependent then Wronskian is 0. എങ്കിൽ അതിന്റെ കോൺട്രാപോസിറ്റീവ് പാർട്ട് ഏതായിരിക്കും? റോങ്സ്കിയൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ 0 അല്ലെങ്കിൽ y1 ഉം y2 എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. കാരണം എന്താണ്? ഏതെങ്കിലും ഒരു പോയിന്റിൽ 0 അല്ലെങ്കിൽ അത് ഒരിടത്തും എന്താവത്തില്ല? 0 ആകത്തില്ല. ഒരിടത്തും 0 ആകത്തില്ലെങ്കിൽ എന്തായിക്കോളും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിക്കോളും. അപ്പോൾ ആണ് അതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് തിയറം. If the coefficient px and qx are continuous on an open interval I, the homogeneous equation y double dash plus px y dash plus qxy equal to 0 has a general solution on I. Okay, that is statement. Px qx are continuous on open interval I, then this homogeneous equation has a general solution. അപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ജനറൽ സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഒരു ബേസിസ് ഓഫ് സൊല്യൂഷൻ y1 ഉം y2 ഉം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ മതി എന്ത്? ജനറൽ സൊല്യൂഷൻ ആകാൻ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ y1 ഉം y2 ഉം കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറയുന്നതാണ്. നമുക്ക് പ്രൂഫിലേക്ക് പോകും. ഫിക്സ് ആൻഡ് എക്സ് നോട്ട് ഫ്രം ഐ. നമ്മൾ ഇൻട്രോയിൽ നിന്ന് ഒരു എക്സ് നോട്ട് എടുക്കുന്നു. പി എക്സും ക്യൂ എക്സും കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇൻട്രോൽ ആണല്ലോ. അതുകൊണ്ട് നമ്മുടെ സെക്കൻഡ് തിയറം വെച്ചിട്ട് ഞാനൊരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം, ഈ ഇക്വേഷൻ ഞാനൊരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആക്കാൻ പോയിട്ട് ഞാൻ നേരം എന്ത് ചെയ്തു? ഒരു ഇനിഷ്യൽ കണ്ടീഷൻ ആഡ് ചെയ്യുന്നു. y of x0 equal to 1 എന്നും y dash x0 equal to 0. എങ്കിൽ ഇതിന് ഉറപ്പായിട്ട് എന്തുണ്ടായിരിക്കും? ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. എന്ത്? y1x എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് തിയറം പറയുന്നുണ്ട് ഒരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? യൂണീക്ക് ആണെന്ന്. സോ ദാറ്റ് ഇസ് y1. ഓക്കെ, ഈ y1ന്റെ പ്രത്യേകത എന്താണ്? ഈ y1 x0 equal to 1 ആയിരിക്കും. അതേപോലെ y1 dash x0 എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഈ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആകുമ്പോൾ ഈ y ഞാൻ റീപ്ലേസ് ചെയ്ത് y1 കൊടുത്താൽ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അതുകൊണ്ട് പറയുന്നത് y1 x0 1 എന്നും y dash x0 0 എന്ന് പറയുന്നത്. സിമിലർലി ഞാൻ ഇതേ ഇക്വേഷനിൽ നിന്ന് മറ്റൊരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ഉണ്ടാക്കുന്നു. ഞാൻ ഇനിഷ്യൽ കണ്ടീഷൻ ആയിട്ട് എടുക്കുന്ന ഇതാണ് y of x0 equal to 0 എന്നും y dash x0 equal to 1 എന്നും. എങ്കിൽ നമ്മുടെ വീണ്ടും നമ്മുടെ തിയറം 2 നമ്മുടെ ഫസ്റ്റ് തിയറത്തിൽ പറയുന്നത് യുണീക് സൊല്യൂഷൻ ഉണ്ട്. ആ യുണീക് സൊല്യൂഷൻ എന്ത് വിളിക്കുന്നു? y2 എന്ന്. എങ്കിൽ y2 of x0 എത്ര ആയിരിക്കും? 0 ആയിരിക്കും. y2 dash x0 എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഈ കണ്ടുപിടിച്ച y1ന്റെയും y2ന്റെയും റോങ്സ്കിയൻ ഒന്ന് കണ്ടുപിടിക്കാൻ പോവാണ് അറ്റ് x0.
ഇതായിരിക്കുമല്ലോ റോങ് സ്കെയിൽ ഇക്വേഷൻ. y1 x0 y2 dash x0 മൈനസ് y1 dash x0 y2 x0. അപ്പോൾ ഇവിടെ വാല്യൂസ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. അപ്പം y1 x0 നമ്മുടെ കയ്യിലുണ്ട് 1 ആണ്. അതേപോലെ y2 dash x0 നമ്മുടെ കയ്യിലുണ്ട്, അതും 1 ആണ്. സോ അങ്ങനെയുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കിയാൽ നമുക്ക് 1 എന്ന് കിട്ടും, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0. അപ്പം റോങ് സ്കെയിൽ എന്തല്ല, 0 അല്ല, വിച്ച് മീൻസ് y1 ആൻഡ് y2 ആർ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ എന്തെടുത്താൽ മതി, ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ജനറൽ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം.